നമസ്കാരം, വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തലിന്റെ 55-ാം ദിവസം കുവൈറ്റിന് നേരെ വ്യോമാക്രമണം നടത്തി ഇറാൻ. ഇന്ന് പുലർച്ചെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ലക്ഷ്യമിട്ടെത്തിയ ശത്രുക്കളുടെ മിസൈലുകളും ഡ്രോണുകളും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞുവെന്ന് കുവൈറ്റ് സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് അറിയിച്ചു. ആക്രമണ ഭീഷണിയെ തുടർന്ന് രാജ്യത്തുടനീളം അപായ സൈറനുകൾ മുഴങ്ങി. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സുരക്ഷാ മന്ത്രാലയങ്ങളും ബന്ധപ്പെട്ട അധികാരികളും പുറപ്പെടുവിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഭരണകൂടം ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്താൻ ലക്ഷ്യമിട്ട് അമേരിക്ക പുതിയ സമാധാന നീക്കങ്ങളുമായി രംഗത്തെത്തി. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇരു രാജ്യങ്ങളിലെയും തലവന്മാരുമായി നിർണായക ചർച്ചകൾ നടത്തി. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരുമായി ഫോണിൽ സംസാരിച്ച അദ്ദേഹം ഘട്ടം ഘട്ടമായി സൈനിക പിന്മാറ്റവും സമാധാനവും ഉറപ്പാക്കുന്ന പുതിയ പദ്ധതി മുന്നോട്ട് വെച്ചതായി US വൃത്തങ്ങൾ വ്യക്തമാക്കി. കുവൈറ്റിലെ പുതിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ രാജ്യാന്തര സമൂഹം അതീവ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. യുദ്ധക്കെടുതികൾക്കും സംഘർഷങ്ങൾക്കും അയവില്ലാതെ തുടരുന്നതിനിടയിൽ US-ന്റെ അത്യാധുനിക ഡ്രോൺ വെടിവെച്ചിട്ടു എന്ന് അവകാശപ്പെട്ട് ഇറാൻ രംഗത്തെത്തി. പ്രാദേശിക സമുദ്രാതിർത്തി ലംഘിച്ച് പ്രകോപനകരമായ ദൌത്യവുമായി എത്തിയ US-ന്റെ $50 ലക്ഷം മൂല്യമുള്ള MQ-1 പ്രൊഡക്ടർ ഡ്രോണാണ് വെടിവെച്ചിട്ടതെന്ന് ഇറാന്റെ IRGC അവകാശപ്പെട്ടു. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയായിരുന്നു സംഭവം. ഇറാനിലെ IRIB പുറത്തുവിട്ട IRGCയുടെ പ്രസ്താവന പ്രകാരം ഇറാന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ കടന്ന ഡ്രോണിനെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് തകർത്തത്. വരും ദിവസങ്ങളിൽ US-ൽ നിന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മേഖല കനത്ത യുദ്ധഭീതിയിലാണ്. പാകിസ്ഥാനെ വെട്ടിലാക്കി താലിബാനും റഷ്യയും തമ്മിൽ സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. കഴിഞ്ഞ ദിവസം മോസ്കോയിൽ നടന്ന ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോറത്തിൽ വെച്ച് താലിബാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബും റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറിയും ചരിത്ര കരാറിൽ ഒപ്പിട്ടു. താലിബാൻ ഭരണകൂടം മറ്റൊരു രാജ്യവുമായി ഒപ്പിടുന്ന ആദ്യ പ്രതിരോധ കരാറാണിതെന്ന പ്രത്യേകതയുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി റഷ്യ തന്ത്രപ്രധാനമായ സൈനിക കരാറിൽ ഒപ്പുവെച്ചതോടെ വെട്ടിലായത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന് ഭീഷണിയായ ഭീകരവാദികൾക്ക് അഭയം നൽകുന്നുവെന്ന് ആരോപിച്ച് അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയാണ് പാകിസ്ഥാൻ മേധാവിത്വം നിലനിർത്തുന്നത്. റഷ്യയുമായുള്ള സഹകരണം പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ ഭാവിയിൽ താലിബാന് കൂടുതൽ മേൽക്കൈ നൽകാൻ സാധ്യതയുണ്ട്. അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെയുള്ള പ്രതിരോധം ശക്തിപ്പെടുത്തുകയാണ് താലിബാൻ. ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നതും അതുതന്നെയാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മണ്ണിൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പുതിയ റഷ്യൻ സാങ്കേതികവിദ്യ താലിബാനെ സഹായിക്കും. റഷ്യയും താലിബാനും തമ്മിലുള്ള ഈ പുതിയ ബന്ധം ഇന്ത്യക്ക് തന്ത്രപരമായ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും സ്വാധീനം കുറയ്ക്കുവാനും മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഇത് സഹായിച്ചിട്ടുണ്ട്. ചില ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ നേപ്പാളും കയ്യേറിയിട്ടുണ്ട് എന്ന പാർലമെന്റിൽ പറഞ്ഞു കുടുങ്ങി നേപ്പാൾ പ്രധാനമന്ത്രി ബലേൻ ഷാ. ദീർഘകാല അതിർത്തി തർക്കത്തിനിടെ ഇന്ത്യൻ ഭൂപ്രദേശം കയ്യേറിയെന്ന് സമ്മതിച്ചുകൊണ്ട് നേപ്പാൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ആദ്യ പ്രതികരണമാണിത്. ഇന്ത്യയും നേപ്പാളും പരമാധികാരം ഉന്നയിക്കുന്ന കാലാപാനിയെക്കുറിച്ച് ചോദ്യം ഉയർന്നപ്പോഴായിരുന്നു ബാലന്റെ വിവാദ പരാമർശം. നിങ്ങൾക്കിത് വിചിത്രമായി തോന്നാം, ഞാനും അടുത്തിടെ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് മനസ്സിലാക്കിയത്. ഇന്ത്യ മാത്രമല്ല, നേപ്പാളും പലയിടത്തായി ഇന്ത്യൻ ഭൂപ്രദേശങ്ങളിലേക്ക് അതിക്രമിച്ച് കടന്നിട്ടുണ്ട് എന്നാണ് ബാലൻ പറഞ്ഞത്. ഇതോടെ നേപ്പാളി പാർലമെന്റ് പ്രക്ഷുബ്ധമായി. നേപ്പാൾ അതിക്രമിച്ചു കയറിയത് എവിടെ, ഏത് സ്ഥലത്താണ് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്ന് നേപ്പാളി കോൺഗ്രസ്, നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു. ബാലന്റെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നും പറഞ്ഞു. മാർച്ച് 27-ന് അധികാരമേറ്റ ബലേൻ ഷായുടെ ആദ്യ പാർലമെന്റ് അഭിസംബോധനയായിരുന്നു കഴിഞ്ഞ ദിവസം. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.